ഞങ്ങളുടെ നാട് പള്ളിക്കത്തോട് അടിപൊളി ഒരു ഗ്രാമമായി സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന കൂട്ടുള്ള ഗ്രാമം. അവിടെ എല്ലാവരും നന്മയുള്ള മനുഷ്യരാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു മമ്മൂട്ടി ആരാധകരുടെ ഒരു കൂട്ടായ്മയുണ്ട് അവിടെ. ഞങ്ങൾക്കൊരു നേതാവുണ്ടായിരുന്നു, ബാബുക്കുട്ടൻ. അപ്പോൾ ആളെന്ത് പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുക. അപ്പോൾ പുള്ളി ഒരു ദിവസം പറയുന്നു, നമുക്കിന്ന് പോയി റോഡ് വെട്ടാം എന്ന് പറയുമ്പോൾ ആളുടെ കൂടെ റോഡ് വെട്ടാൻ പോകും. അത് ഒരുപാട് യുവജനങ്ങളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അവിടെ ഒരു തെങ്ങിൽ നിന്ന് വീണ് കിടന്നിരുന്ന ഒരു മനുഷ്യൻ, അയാൾക്കൊരു ശൗചാലയത്തിൻ്റെ കുഴി കുത്താൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളത് പോയി ചെയ്യുന്നു. പിന്നെ മറ്റൊരു വീട്ടിലേക്കുള്ള വഴി കെട്ടാൻ പറയുന്നു. മറ്റൊരു സ്ഥലം കെട്ടിടം പണിക്ക് പോയി സഹായിക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ഫാൻസിൻ്റെ കൂട്ടായ്മയാണ്, അല്ലാതെ ഇത് ആരും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നുമല്ല. പക്ഷേ ഇതെല്ലാം മറ്റൊരാൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇതിലൊരാൾ പിന്നീട് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അപ്പോൾ മത്സരിക്കുമ്പോൾ പാർട്ടി ടിക്കറ്റ് കിട്ടാതെ വരുന്ന ആൾക്ക് ഫാൻസുകാർ പോയി അദ്ദേഹത്തെ ഇലക്ഷൻ നിർത്തുകയാണ്. അന്നേരവും നമ്മളിതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പക്ഷേ ഇത് അന്ന് മലയാള മനോരമയിൽ അന്ന് ജോലി ചെയ്തിരുന്ന മോഹൻ സാറ്, പി ഒ മോഹൻ സാറ്, അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നു. അദ്ദേഹം നമുക്കോട് പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവർ നടക്കുന്നുണ്ട്. ശരി, അമ്മരോട് വരാൻ പറ, ഒന്ന് കാണാൻ പറ. അങ്ങനെ ഞങ്ങളൊരു സംഘം ആളുകൾ വണ്ടി വിളിച്ച് പോകുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഫാൻ അസോസിയേഷൻ വളരെ ശക്തം. 86 വി ഭാസ്കർ, വല്ലഭൻ, അശോകൻ എന്നൊക്കെ പറയുന്ന, സൈഫുദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് വടക്കൻ വീരഗാഥയുടെ സെറ്റിൽ തുടങ്ങിയൊരു പരിപാടിയുണ്ട്. ഞങ്ങൾ അതിലൊക്കെ മെമ്പർമാരാണ്, അതൊക്കെ ഞങ്ങളുടെ വലിയ നേതാക്കന്മാർ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ കാണാൻ ഭാസ്കറൊക്കെ അന്ന് ഞങ്ങളെ സഹായിച്ചു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ, കാണിച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളത് കാണിക്കുമ്പോൾ കിട്ടിയൊരു അഭിമാനം. പക്ഷെ നമുക്ക് കണ്ടപ്പോൾ എന്താ തോന്നിയത്?